വിവിൻ പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ പറ്റിയിട്ടാണ്. അതായത് മൗലിക കടമകൾ. ഒരു പൗരന് മൗലിക അവകാശങ്ങൾ എന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആ രാജ്യത്തോടുള്ള പൗരന്റെ കടമകളും. ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല. 42ാം ഭേദഗതിയിലൂടെയാണ് അത് ഭരണഘടനയുടെ ഭാഗമായത്. അപ്പോൾ മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭേദഗതി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1976 42ാം ഭേദഗതിയാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഈ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയുടെ ഭാഗമായി മാറിയത്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. നമ്മുടെ ഭരണഘടനയിൽ മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭാഗം 4A അനുച്ഛേദം 51A പ്രതിപാദിക്കുന്നത്. തുടക്കത്തിൽ മൗലിക കടമകൾ 10 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 11 മൗലിക കടമകളാണ് നമുക്കുള്ളത്. 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത് 86ാം ഭേദഗതിയിലൂടെയാണ്. 2002 86ാം ഭേദഗതിയിലൂടെയാണ് 11ാമത്തെ മൗലിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. മൗലിക കടമ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. റഷ്യ എന്ന ഓപ്ഷനിലില്ലെങ്കിൽ ചിലപ്പോൾ USSR എന്നോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ ആയിരിക്കും PSCയുടെ ഓപ്ഷനിൽ ഉണ്ടായിരിക്കാം. എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആശയം കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് പോയിന്റ്സ് ഒന്നുകൂടെ നോക്കാം. ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല. ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത് 1976 42ാം ഭേദഗതിയിലൂടെയാണ്. ഭരണഘടനയിൽ ഭാഗം 4A അനുച്ഛേദം 51A മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്നത്. ഈ ഒരു ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാ? റഷ്യയിൽ നിന്നാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം മൗലിക കടമകൾ ഭരണഘടനയുടെ ഭാഗമായി. തുടക്കത്തിൽ മൗലിക കടമകളുടെ എണ്ണം 10 ഇപ്പോൾ മൗലിക കടമകൾ 11 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തത് 2002 86ാം ഭേദഗതി പ്രകാരമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൗലിക കടമകളുടെ അടിസ്ഥാന വിവരങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് മൗലിക കടമകൾ ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. അപ്പൊ 51A സ്മോൾ ലെറ്റർ ABCD അങ്ങനെ അപ് ടു K വരെ 11 മൗലിക കടമകൾ നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ PSC അങ്ങനെ കറക്റ്റായിട്ട് ചോദിക്കാറുണ്ട്. ഓരോന്നും ഏത് ആർട്ടിക്കിളിലാണ് പ്രതിപാദിക്കുന്നത് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോന്നും നമ്മൾ വ്യക്തമായിട്ട് തന്നെ പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ മൗലിക കടമ എന്ന് പറയുന്നത്, അതായത് അനുച്ഛേദം 51A പ്രതിപാദിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ അനുസരിക്കുക. ആദ്യം തന്നെ പറയണത് എന്താ? നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ അനുസരിക്കുക, ദേശീയ ഗാനം, ദേശീയ പതാക എന്നിവയെ ആദരിക്കുക. ഇവിടെ ദേശീയ ഗീതം എന്നാണ് കൊടുത്തിട്ടുള്ളത്, ദേശീയ പതാകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ അനുസരിക്കുക, ദേശീയ ഗാനം, ദേശീയ പതാക എന്നിവയെ ബഹുമാനിക്കുക. അതാണ് ആദ്യത്തെ മൗലിക കടമ. രണ്ടാമത്തെ മൗലിക കടമ, അതായത് 51A B എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയിട്ടുള്ള ആദർശങ്ങളെ പിന്തുടരുക. അപ്പൊ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് പ്രചോദനം നൽകിയിട്ടുള്ള കുറച്ച് ആദർശങ്ങളൊക്കെ ഉണ്ട്. അതിനെ പിന്തുടരുക, ബഹുമാനിക്കുക എന്നാണ് രണ്ടാമത്തെ മൗലിക കടമ. മൂന്നാമത്തെ മൗലിക കടമയിൽ 3 ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഐക്യം, അഖണ്ഡത, പരമാധികാരം. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, പരമാധികാരം എന്നിവ കാത്തു സൂക്ഷിക്കുക. അപ്പൊ 3 മൗലിക കടമകൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ എന്താ പറഞ്ഞേ? നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ അനുസരിക്കുക, ദേശീയ ഗാനം, ദേശീയ പതാക എന്നിവ ബഹുമാനിക്കുക, എന്നിവയെ ആദരിക്കുക. രണ്ടാമത്തെ എന്താ പറഞ്ഞേ? സ്വാതന്ത്ര്യത്തിന് പ്രചോദനം നൽകിയിട്ടുള്ള ആദർശങ്ങളെ പിന്തുടരുക. മൂന്നാമത്തേല് 3 കാര്യം ഉണ്ടെന്ന് ആലോചിക്കുക. ഐക്യം, അഖണ്ഡത, പരമാധികാരം എന്നിവ കാത്തു സൂക്ഷിക്കുക. കിട്ടിയ? ഇനി നാലാമത്തേൽ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ 51A D, അവശ്യ സമയത്ത് രാജ്യസേവനത്തിന് തയ്യാറാവുക. രാജ്യം ആവശ്യപ്പെടുന്ന സമയത്തിന് രാജ്യസേവനത്തിന് തയ്യാറാകുക. രാജ്യത്തിന്റെ സുരക്ഷിതത്വം, അതുപോലെ തന്നെ സംരക്ഷണം, അതൊക്കെ ഓരോ പൗരന്റെയും കടമയാണ്. അപ്പൊ രാജ്യം ആവശ്യപ്പെടുന്ന ഘട്ടങ്ങളിൽ രാജ്യസേവനത്തിന് തയ്യാറാവുക. യുദ്ധം ഉണ്ടാകുമ്പോൾ പട്ടാളത്തിൽ പോയി ചേരുക മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കോ അതുപോലെ തന്നെ സംരക്ഷണത്തിനോ എന്തെങ്കിലും പ്രതിസന്ധി വരികയാണ്, രാജ്യം നമ്മുടെ സേവനം ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിളിന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രളയമൊക്കെ വന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ ഒരു സേവനം ആവശ്യപ്പെട്ടു. അപ്പോൾ എന്താ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രാജ്യം ആവശ്യപ്പെടുമ്പോൾ നമ്മൾ രാജ്യസേവനത്തിന് തയ്യാറാവുക.
അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡി എന്ന് പറയുമ്പോൾ എന്താണ്, അവശ്യ സമയത്ത് രാജ്യസേവനത്തിന് തയ്യാറാവുക. ഡി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ ഈ ഡി ഡാ എന്നൊക്കെ വിളിക്കാൻ നമ്മൾ എന്താ, എങ്ങടേലും പോവാം, ഡി പോവാം അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ എങ്ങടേലും പോവാൻ വേണ്ടിയിട്ട്, അതായത് രാജ്യസേവനത്തിന് പോവാൻ വേണ്ടി വിളിക്കാന്ന് ആലോചിച്ചാൽ മതി, ഡി പോവാം എന്നൊക്കെ പറയണ പോലെ കേട്ടോ. അപ്പോൾ ഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവശ്യ സമയത്ത് രാജ്യസേവനത്തിന് തയ്യാറാവുക. ഇനി ഇ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അനാചാരങ്ങൾ ഉപേക്ഷിക്കുക. സ്ത്രീകളുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുത്തുന്ന അനാചാരങ്ങൾ ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ വൈവിധ്യങ്ങൾ ഏറെയുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ. വൈവിധ്യങ്ങൾക്ക് അതീതമായി സാഹോദര്യത്തോടുകൂടി കഴിയുക. ഈ 2 പോയിന്റാണ് ആർട്ടിക്കിൾ 51A(e)യിൽ പ്രതിപാദിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? സ്ത്രീകൾക്കെതിരെയുള്ള അനാചാരങ്ങൾ ഉപേക്ഷിക്കുക, വൈവിധ്യങ്ങൾക്ക് അതീതമായി സാഹോദര്യത്തോടുകൂടി കഴിയുക. അപ്പൊ ഇവിടെ നമ്മൾ ഒരു അത് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ എന്താ, ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് അല്ലെ. വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നതാണ്, ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഇ എന്നൊക്കെ പറയുമ്പോൾ എന്താ ആലോചിക്കുക? സ്ത്രീകളെ ആലോചിക്കുക. അപ്പൊ 51A(e)യിൽ എന്താണ്, സ്ത്രീകളെ പറ്റിയിട്ടാണ് പറയുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അനാചാരങ്ങൾ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. അതുപോലെ സ്ത്രീകളോട് സാഹോദര്യത്തോടു കൂടി പെരുമാറുക എന്നതും കൂടി ഉദ്ദേശിക്കുക. അപ്പൊ ഈ രണ്ടും കണക്ട് ചെയ്തിട്ട് നമുക്കറിയാം, ആർട്ടിക്കിൾ 51A(e)യിൽ എന്താ പറയണത്? സ്ത്രീകൾക്കെതിരെയുള്ള അനാചാരങ്ങൾ ഉപേക്ഷിക്കുക, വൈവിധ്യങ്ങൾക്ക് അതീതമായി ഇന്ത്യയിലെ ജനങ്ങൾ സാഹോദര്യത്തോടു കൂടി കഴിയുക. ഈ 2 പോയിന്റുമാണ് ഇതിൽ പറയുന്നത്, ആർട്ടിക്കിൾ 51A(e)യിൽ പറയുന്നത്. അടുത്തത് എഫ് ആണ്. ആർട്ടിക്കിൾ 51A(യിലെ എഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിനൊരു സംസ്കാരമുണ്ട്, പൈതൃകമുണ്ട്, അതൊക്കെ കാത്തു സൂക്ഷിക്കുക. രാജ്യത്തിന്റെ സംസ്കാരവും പൈതൃകവും കാത്തു സൂക്ഷിക്കാനാണ് എഫിൽ പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കി വെക്കാം. അപ്പോൾ ഇതുവരെ ഉള്ളത്, ആദ്യത്തെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഭരണഘടനയെ അനുസരിക്കുക, ദേശീയ ഗാനം, ദേശീയ പതാക എന്നിവയെ ആദരിക്കുക. രണ്ടാമത്തെ, സ്വാതന്ത്ര്യത്തിന് പ്രചോദനം നൽകിയിട്ടുള്ള ആദർശങ്ങളെ പിന്തുടരുക. മൂന്നാമത്തെ എന്താ പറയണത്? രാജ്യത്തിന്റെ ഐക്യം, 3 ഉണ്ടെന്ന് ആലോചിക്കുക, രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, പരമാധികാരം എന്നിവയ്ക്കായി നിലകൊള്ളുക. നാലാമത്തെ ഡി എന്ന് പറയുമ്പോൾ പോകുക എന്ന് ആലോചിക്കുക. എങ്ങടെ പോണത്? അവശ്യ സമയത്ത് രാജ്യസേവനത്തിന് തയ്യാറാവുക. ഇ എന്ന് പറയുമ്പോൾ ബ്യൂട്ടി വൈറ്റമിൻ, സ്ത്രീ എന്ന് ആലോചിക്കുക, സ്ത്രീകൾക്കെതിരെയുള്ള അനാചാരം ഉപേക്ഷിക്കുക, അതുപോലെ തന്നെ വൈവിധ്യങ്ങൾക്ക് അതീതമായി സാഹോദര്യത്തോടു കൂടി കഴിയുക. ഇനി എന്താ? എഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന്റെ സംസ്കാരം, പൈതൃകം ഇവ കാത്തു സൂക്ഷിക്കുക. ഇനി അടുത്തത് ആർട്ടിക്കിൾ 51A(യിലെ ജി ആണ്. വനം, വന്യജീവി, പരിസ്ഥിതി സംരക്ഷണം. അതാണ് ആർട്ടിക്കിൾ 51A(g)യില് മൗലിക കടമയിൽ പറയുന്നത്. അപ്പൊ ജി എന്ന് പറയുമ്പോൾ ഗ്രീൻ ആലോചിക്കുക. ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താ? പച്ച അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്? പരിസ്ഥിതി ഓർമ്മ വരും. അപ്പോൾ വനം, വന്യജീവി, പരിസ്ഥിതി സംരക്ഷണം ഏതാ? ജി ആണ്. ആർട്ടിക്കിൾ 51A(g). ജി എന്ന് പറയുമ്പോൾ ഗ്രീൻ ആലോചിക്കുക, പരിസ്ഥിതി സംരക്ഷണം ആലോചിക്കുക. അടുത്തത് എച്ച് ആണ്. എച്ചിൽ എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാസ്ത്രബോധമുള്ളവരായിരിക്കുക, അതായത് അന്ധവിശ്വാസങ്ങൾ വെടിഞ്ഞ് ശാസ്ത്രബോധമുള്ളവരായിരിക്കുക. അപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളൊക്കെ നിലനിന്നിരുന്ന രാജ്യമാണ്. അതെല്ലാം വെടിഞ്ഞ് ശാസ്ത്രബോധമുള്ളവരായിരിക്കുക. ആർട്ടിക്കിൾ 51A(h)ലെ ശാസ്ത്രബോധമുള്ളവരായി ജീവിക്കുക, അന്ധവിശ്വാസങ്ങൾ വെടിഞ്ഞ് ശാസ്ത്രബോധമുള്ളവരായി ജീവിക്കുക. ഇനി ഐ എന്ന് പറയുമ്പോൾ പൊതു സ്വത്ത് സംരക്ഷിക്കുക. ഐ എന്ന് പറയുമ്പോൾ പൊതു സ്വത്ത് സംരക്ഷിക്കുക. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുക, എനിക്ക് പൊതു സ്വത്ത്, അല്ലെങ്കിൽ എനിക്ക് സ്വത്ത് ഇഷ്ടമാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് സ്വത്ത്. അപ്പോൾ ഐ എന്ന് പറയുമ്പോൾ സ്വത്ത് ഇഷ്ടമാണ്, അതുകൊണ്ട് സ്വത്ത് സംരക്ഷിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതു സ്വത്ത് സംരക്ഷിക്കുക. ജെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന്റെ ഉന്നതിക്കായി ഒറ്റയ്ക്കും കൂട്ടായും പരിശ്രമിക്കുക. ഓക്കെ, രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ഒറ്റയ്ക്കും കൂട്ടായും പരിശ്രമിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ജയ് വിളിച്ചിട്ട് രാജ്യത്തിന്റെ ഉന്നതിക്കായിട്ട് പോകുക എന്ന് ആലോചിച്ചാൽ മതി. ഇനി അവസാനത്തെ കെ ആണ്. നമ്മളറിയാം, 86-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ഭാഗമായി മാറിയ 11ാമത്തെ മൗലിക കടമയാണ് ഏത്? 51A കെ. ഇവിടെ കെ എന്ന് പറയുമ്പോൾ കിഡ്സ് ആലോചിക്കുക. കിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അല്ലെ. 6 to 14 വയസ്സുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്, മാതാപിതാക്കളുടെ കടമയാണ്. അതാണ് 11ാമത്തെ മൗലിക കടമ. അപ്പൊ കെ എന്ന് പറയുമ്പോൾ കിഡ്സ് എന്ന് ആലോചിക്കുക. അപ്പൊ ഒന്നും കൂടി നമുക്ക് നോക്കാം. ജി എന്ന് പറയുമ്പോൾ ഗ്രീൻ, പരിസ്ഥിതി സംരക്ഷണം, വനം, വന്യജീവി, പരിസ്ഥിതി സംരക്ഷണം. എച്ച് എന്ന് പറയുമ്പോൾ ശാസ്ത്രബോധമുള്ളവരായിരിക്കുക, അന്ധവിശ്വാസങ്ങൾ വെടിഞ്ഞ് ശാസ്ത്രബോധമുള്ളവരായിരിക്കുക. ഐ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ഇഷ്ടമാണ്? സ്വത്ത് ഇഷ്ടമാണ്, പൊതു സ്വത്ത് സംരക്ഷിക്കുക. ജെ എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ
ഉന്നതിക്കായി ഒറ്റയ്ക്കും കൂട്ടായും പരിശ്രമിക്കുക. ജെ വിളിച്ചു പോവാന്ന് ആലോചിച്ചാൽ മതി. കെ എന്ന് പറയുമ്പോൾ കിഡ്സ്, കുട്ടികളെ ആലോചിക്കുക. 6 to 14 വയസ്സുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് പാരൻസിന്റെ കടമയാണ്, രക്ഷിതാക്കളുടെ കടമയാണ്. അപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 11 മൗലിക കടമകളും ആർട്ടിക്കിൾ വെച്ച് തന്നെ പഠിക്കണം. മാച്ച് ദ ഫോളോവിങ് പോലെയൊക്കെയാണ് PSC ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്